ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെഹന്തി കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷേ സമയം തെറ്റിപ്പോയത് കൊണ്ട് എനിക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു മസറയ്ക്ക് പോയി. ജമാൻ എന്നാണ് കേട്ടോ ഈ മസറയുടെ പേര്. അപ്പോൾ ഇവിടെ ഒരു മിനി സൂ ആണെന്ന് തന്നെ പറയാം. കുറേ അനിമൽസിനെ ഇങ്ങനെ കൂട്ടിലിട്ടിട്ട് നമുക്ക് കാണാമെന്നുള്ള രീതിക്കുള്ളതാണ്. അപ്പോൾ എനിക്ക് അവിടുന്ന് കിട്ടിയ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എടുത്തിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയതാണ്. ഇവിടെ ഹോഴ്സ് റൈഡിങ്ങും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കോഴ്സ് എടുത്ത് പഠിക്കുകയും ചെയ്യാം. ഹോഴ്സ് റൈഡിങ് പഠിക്കണമെങ്കിൽ ഇവിടെ ചെന്നാൽ മതി. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കോഴ്സ് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളത്. ഈ ഫാമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഇതിൻ്റെ നെയിം സെർച്ച് ചെയ്താൽ മതി. ഫാം ജമാൻ എന്നാണ് ഇതിൻ്റെ നെയിം. അപ്പോൾ നിങ്ങളത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത് സയ്യഹത്ത് റിസോർട്ട് അങ്ങനൊരു റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആകെ ഞാൻ അവിടെ എത്തിയപ്പോൾ എല്ലാവരും സർട്ടിഫിക്കറ്റ് പിടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആകെ വിഷമമായി. ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഫാമിലേക്ക് വന്നത്. കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ കുറേ ബേർഡ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, ഫാം അനിമൽസ് ഉണ്ട്. വൈൽഡ് അനിമൽസ് ഇല്ല. അതും കൂടെ ഉണ്ടെങ്കിൽ ഇതൊരു സൂ ആണെന്ന് തന്നെ പറയാമായിരുന്നു. വൈൽഡ് അനിമൽസ് ഒന്നുമില്ല. ഒരു കുരങ്ങനെ കണ്ടു കേട്ടോ. അത് പുറത്താണ് ഇരിക്കുന്നത്. ഈ ഒരു ഹോഴ്സിനെ റൈഡ് ചെയ്യാൻ ഒരാൾക്ക് ഇവർ 20 റിയാലാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫീൽഡ് ഉണ്ട്, അതിൽ കൂടെ ഇതിനെ റൈഡ് ചെയ്യാൻ പറ്റും. ഇവനെ വീഡിയോ എടുത്തത് മറ്റേ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. അവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആടുകൾ കൊമ്പ് കോർക്കുന്നത് കാണുന്നത്. കേട്ടിട്ടേ ഉള്ളൂ, കൊമ്പ് കോർത്തു എന്നൊക്കെ പറയില്ലേ ഫൈറ്റിന്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത് കേട്ടോ. ഫൈറ്റ് സോൾവ് ആക്കിട്ടോ.
ബോക്സിലൊക്കെ കാണുന്നത് തേനീച്ചകളാണ്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയാൽ കുറേ തേനീച്ചകൾ പാറി നടക്കുന്നുണ്ട്. അപ്പോൾ കുത്ത് കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് ഒഴിഞ്ഞ് നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിനകത്തൊക്കെ തേനായിരിക്കും. ഇവിടുന്ന് തേന് വാങ്ങിക്കാനും കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചില്ല. ഞങ്ങൾ ഇതിന് മുന്നേ വേറൊരു മസറയിൽ പോയിരുന്നു. അവിടെ ഈ ഹണി കിട്ടിയിരുന്നു, ഹണി ഡേറ്റ് സിറപ്പൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ, അത് എഡിറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു ഏരിയ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടാലോ റെസ്റ്റോറൻറ്റ് പോലെയൊക്കെ ഉണ്ട്, പക്ഷെ ഫുഡൊന്നും അവിടെ കണ്ടില്ല കേട്ടോ. ഫുഡ് സെർവ് ചെയ്യുന്നതൊന്നും കണ്ടില്ല. മർമ്മമോൾക്ക് ഊഞ്ഞാലാടിയിട്ട് മതിയായില്ല. അപ്പോൾ അവൾക്ക് ഇനിയും ആടണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഇരുത്തിയതാണ്. അപ്പോൾ ഈ ഒരു ഫാം ഓപ്പൺ ചെയ്തിട്ടുള്ളത് 3:30 മുതൽ 8 മണി വരെയാണ്. ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോൾ അവിടുന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.